അപ്പോ ഞാനിപ്പോ ഉള്ളത് ചേച്ചിന്റെ പേരെന്താ? എന്റെ പേര് രജനി. ചേച്ചി എവിടുന്നാ വരുന്നു? ഞാനും ചങ്ങനാശ്ശേരി. ഓക്കെ, ഞങ്ങൾ അമൽജ്യോതി കോളേജിൽ നിന്ന് വരികയാണ്. ഞങ്ങളുടെ പ്രൊജക്ടിന്റെ സർവേയുടെ ഭാഗമായിട്ടാണ്. ഈ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ ഒരു ടി വി ഇംപ്ലിമെന്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. അതായത് ഇവിടെയോ ആ പൊസിഷനായിട്ട് ഒരു ടി വി, അതായത് റൂട്ട്, നമ്മളെ എങ്ങോട്ടാ പോകുന്നത്, ബസ്സിന്റെ റൂട്ട് ടൈമിങ്സ് അങ്ങനെ കാണിക്കുന്ന ഒരു ടി വി വെച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ബസ്, അതായത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എപ്പോഴാ കോട്ടയത്തേക്കുള്ളത്, അതായത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എറണാകുളത്തേക്ക് എപ്പോഴാ ഉള്ളതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് വെച്ചാൽ കൊള്ളാന്നുണ്ട്. ഇവിടെ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് മാറിപ്പോയിട്ടുണ്ടോ ബസ് എപ്പോഴെങ്കിലും? എനിക്ക് അങ്ങനെ മാറിപ്പോയി ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ സ്കൂൾ ടൈം ആകുമ്പോഴത്തേനും ഒരു റഷായിട്ട് തോന്നും, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ചേച്ചി വർക്കിംഗ് ചെയ്യുന്നതാണോ? അതെ അതെ അതെ. ടീച്ചറാണോ? അല്ല അല്ല, ഞാൻ സബ് രജിസ്റ്റർ ഓഫീസിലെ പിയൂണ്. അപ്പോ അതിനനുസരിച്ച് കറക്റ്റ് ഓഫീസ് ടൈമിനനുസരിച്ച് ബസ് കിട്ടുന്നുണ്ടോ ചേച്ചി? ഓക്കെ, 5 മിനിറ്റ് ഇടവിട്ട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അതായത് വീട്ടിൽ പോകാനായിട്ട് കറക്റ്റ് ബസ് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതായത് രാത്രി വന്നാലും കറക്റ്റ് ഏത് സമയത്ത് വന്നാലും ബസ്സിന് ടൈം അറിയില്ല, 5 മണി വരെയുള്ള ടൈം അറിയാം, അതൊക്കെ ഓക്കെയാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല തോന്നിയിട്ടില്ല ഇതുവരെ. അതായത് ബസ്സിൽ ഭയങ്കരമായ തിരക്ക്, അമിതമായ ആൾക്കാർ തിക്കി തിരികെ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ലേ? വേറെ ബസ് ഇല്ലാത്ത, സീറ്റ് കിട്ടാണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്? അങ്ങനെ ഉണ്ടാകും ചില സമയത്തൊക്കെ. സ്കൂൾ ടൈം കോളേജ് ടൈം ഒക്കെ ഉള്ളൂ, എല്ലാ ടൈമിനും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളൊരു ബിൽ ബോർഡ്, ഒരു ടി വി മാതിരി, അതിൽ റൂട്ടും ടൈമിങ്ങും വെച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ അത് നല്ല കാര്യമാണ്. കാരണം ഈ പ്രായമുള്ള മനുഷ്യർക്കും അത്യാവശ്യം സംസാരിക്കാൻ കഴിയില്ലാത്തവർക്ക് ഒന്നും, അല്ലെങ്കിൽ അത് നോക്കിയിട്ടാണെങ്കിലും അവർക്ക് ആ റൂട്ട് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുക. അത് നല്ലൊരു ഐഡിയ ആണ്. അതായത് ഇവിടെ അനൗൺസ്മെന്റ് സിസ്റ്റം ഒന്നും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഉണ്ടോന്ന് തന്നെ, ഉണ്ടെങ്കിൽ തന്നെ അത് വർക്ക് ആകുന്നില്ല അല്ലേ? ഇവിടെ അങ്ങനെ അനൗൺസ്മെന്റ് കൃത്യമായിട്ട് ഞാൻ കേൾക്കാറില്ല, പക്ഷെ പൊൻകുന്നത്ത് കറക്റ്റ് ആയിട്ട് ഉണ്ട്. ഇവിടെ അങ്ങനെ എപ്പോഴും കേൾക്കാറില്ല. കാഞ്ഞിരപ്പള്ളിയിൽ ഇല്ല. അപ്പോൾ അതായത് നമ്മളിവിടെ സൗണ്ട് സിസ്റ്റവും ഇല്ല, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടി വി ഇല്ല. ഇത് രണ്ടും ഇംപ്ലിമെന്റ് ചെയ്താൽ എല്ലാവർക്കും എളുപ്പമായിട്ട് തോന്നുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി. ഹായ് എവ്രി വൺ, ഞാൻ അലൻഡ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഡിസൈൻ തിങ്കിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആസ് യു ക്യാൻ സീ, ഞങ്ങൾക്ക് കാണാം ബസ്സസ് ഇവിടെ ഉണ്ട്. സോ ഞങ്ങൾക്കിപ്പോ ഒരു കുട്ടിയെയാണ് കണ്ടത് ഇവിടെ. ആ കുട്ടി കോളേജിൽ പഠിക്കുകയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് കൂടുതലും ചോദിക്കാം ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ചും ഇവിടെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടോ, അതായത് എന്താണ് ഇവിടെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ കണ്ടുവരുന്ന ലിമിറ്റേഷൻസ്, അതൊക്കെ നമുക്ക് നോക്കാം. സോ ക്യാൻ യു ടെൽ മീ യുവർ നെയിം? മാത്യൂസ്. ഓക്കെ, എന്ത് ചെയ്യുന്നു മാത്യൂസ്? ഞാൻ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ BSc മാത്സ് ഫൈനൽ ആയിരുന്നു. സോ ഹോസ്റ്റലർ ആണല്ലേ? ഹോസ്റ്റലാണ്. സോ അപ്പൊ വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇവിടുന്ന് ഹോസ്റ്റലിലോട്ട് പോകാൻ ബസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ഒരു ലിമിറ്റേഷൻസ് കണ്ടിട്ടുള്ളത്? ലിമിറ്റേഷൻസ് കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പം മെയിൻ ആയിട്ടുള്ള സംഭവം, ഈ ടൗണിൽ നടക്കാണ്ട് ബസ് കയറി ഇറങ്ങുകയും ചെയ്യുമ്പം ടൗണിൽ അവിടെ നല്ല ബ്ലോക്ക് വരാറുണ്ട്. സോ കറക്റ്റ് ബസ്സസ് ഏതാണെന്നുള്ള ഒരു ഇൻഫോർമേഷൻ, അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമുണ്ടല്ലേ? അതൊരു അനൗൺസ്മെന്റ്, ഒരു ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല. അനൗൺസ്മെന്റ് ഇവിടെ സാധാരണ കേൾക്കാറില്ല. പിന്നെ ഇപ്പം ചെറിയ സ്റ്റാൻഡ് ആയതുകൊണ്ട് ബസ്സെല്ലാം ഇങ്ങനെ ഇപ്പൊ 2-3 ദിവസം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കൂടി കിടക്കുമ്പം പെട്ടെന്ന് ഏത് ബസ്സാണെന്നൊന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്കൊക്കെ ഓടി കയറാം. ഇപ്പൊ പ്രായമായവരാണെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. പിന്നെ ഇപ്പൊ അവിടുത്തെ വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ആണ്, ഒരു ഫാനൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല ചൂടൊക്കെയാണ്. സോ ഇവിടെ മെയിൻലി കണ്ടുവരുന്ന ഒരു ലിമിറ്റേഷൻ, ഇവിടെ ഒരു അനൗൺസ്മെന്റ് സിസ്റ്റം ഇല്ല. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള എങ്ങോട്ടാണ് ബസ് വരുന്നത്, എങ്ങോട്ടാണ് ഡെസ്റ്റിനേഷൻ, എങ്ങോട്ടാണ് നമുക്ക് അറിയത്തില്ല ടൈമിംഗ് ഒക്കെ. ഏതെങ്കിലും ബൈ എനി ചാൻസസ് ഡിഡ് യു മിസ് ദ ബസ്? ഏതെങ്കിലും ഒരു ചാൻസിൽ ബസ് മിസ് ആയിട്ടുണ്ടോ, അത് മാറി കയറിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? ഞാനങ്ങനെ മാറി കയറിയില്ല. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ കുരിശിങ്ങ സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കാറുള്ളത്. സ്റ്റാൻഡിലോട്ട് അങ്ങനെ വരാറില്ല, ഇവിടെ ഈ ബ്ലോക്ക് ഒക്കെ ആവുന്നതുകൊണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും ഒക്കെ ഒറ്റ സ്റ്റാൻഡിലല്ലേ വരുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ബസ്സും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. സോ ഈ റഷ് കൂടുമ്പോൾ നമുക്ക് ബസ് മാറി കയറാൻ തോന്നും. അതായത് കറക്റ്റ് ബസ് ഇല്ലെങ്കിൽ നമുക്ക് പോകാനും പറ്റില്ല. പിന്നെ ഒരു ലോങ് അവേഴ്സ് ഓഫ് വെയിറ്റിംഗ്, ഇത് ഒരു ഡിഫിക്കൽട്ടിയാണ്. അതായത് കറക്റ്റ് ടൈമിംഗ് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുമെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം തരാൻ ഒന്നുമില്ല. അപ്പൊ അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ഇംപ്ലിമെന്റേഷൻ ലൈക്ക് അത് ഡിജിറ്റലി ഞങ്ങളൊരു ബിൽ ബോർഡായിട്ട് കൊണ്ടുവന്ന്, ലൈക്ക് വിത്ത് യുവർ ചോയ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം എങ്ങോട്ടാണ് ഈ ബസ്, കാഞ്ഞിരപ്പള്ളി ടു കോട്ടയം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ് കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും നല്ലതായിരിക്കും. കാരണം ഇപ്പൊ ഇവിടുന്ന് മിക്ക ബസ്സുകൾ അവിടെ നിന്നൊക്കെ ടൈം വന്നു കഴിയുമ്പോൾ ഇവിടെ ബ്ലോക്ക് ആയി കഴിയുമ്പോൾ പിന്നെ മുണ്ടൊക്കെ ആ ഹൈ റേഞ്ച് പോകുന്നിടത്തെല്ലാം പിന്നെ
ലേറ്റ് ആയി പോകാറുണ്ട്. അപ്പം ബസ് വരുന്ന സമയവും ഓരോ സ്ഥലത്ത് ഡെസ്റ്റിനേഷനിൽ ചെല്ലുന്ന സമയവും ഒക്കെ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചുകൂടെ നല്ലതായിരിക്കും ആൾക്കാർക്ക്. അത് റഷ് കുറയ്ക്കാൻ തന്നെ കാരണമാവുന്നു. പിന്നെ മാത്യൂസ് പറഞ്ഞ പോലെ തന്നെ പ്രായമായ ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്കും കൂടി ആക്സസിബിൾ ആയ ഒരു രീതിയിൽ നമ്മൾ ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ ഡു യു തിങ്ക് പീപ്പിൾ വുഡ് യൂസ് ഇറ്റ്? അതായത് പീപ്പിൾ അത് യൂസ് ആകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്നുണ്ടല്ലോ, ട്രെയിൻ ഇതുപോലെ തന്നെ അവർ അനൗൺസ് ചെയ്യുകയും ട്രെയിനിന്റെ ടൈമിങ് കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ചാണല്ലോ ആൾക്കാർ വരുന്നതും പോകുന്നതും. അപ്പം അങ്ങനെയാണെങ്കിൽ ടൈമും സേവ് ചെയ്യാം, മറ്റു കാര്യങ്ങളും നടന്നു. സോ മാത്യൂസ് പറയുന്നത് നമ്മൾ ഒരു സിസ്റ്റം കൊണ്ടുവരണം എന്നാണ്. അതൊരു പുതിയതായിട്ടൊരു സിസ്റ്റം ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിൽ ബോർഡ് ആണ് വിത്ത് ദ ഫെസിലിറ്റീസ് ഓഫ് ഈച്ച് ആൻഡ് എവറി റൂട്ട് വിത്ത് റൂട്ട് മാപ്പ് ആൻഡ് ഓഫ് കോഴ്സ് വി ലൈക്ക് ടു ബിൽഡ് a system with the destination timings and stuff. So നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ളവർക്ക് എന്താ പറയേണ്ടതെന്ന്. സോ താങ്ക് യു. ഓക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ട്രോബെറി ബേക്സിന്റെ മുമ്പിലാണ്. നമ്മൾ അതായത് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള ബേക്കറിയാണിത്. നമുക്ക് കുറച്ച് ചോദ്യം ചോദിക്കാം, നമുക്ക് ഉള്ളിൽ പോവാം. ചേട്ടൻ്റെ പേരെന്താ? യാസ്. എത്ര വർഷമായി കാഞ്ഞിരപ്പള്ളി? ഒരു 3-3.5 വർഷമായി ഇവിടെ. കടയായിട്ട് 3-3.5 വർഷമായി. കടയായിട്ട് തന്നെ 3.5 വർഷം. ചേട്ടാ, പൊതുവെ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിലെ ഒരു പ്രശ്നം എന്തായിരിക്കും? കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് പിന്നെ ബസ് ഇരിക്കുന്നവർക്ക് എൻക്വയറീസ് അവിടെയും പിന്നെ ആൾക്കാരിരിക്കുന്ന എവിടെയാണ്. സമയത്തിൻ്റെ കൂടുതൽ നമ്മുടെ കടകളിലാണ് കൂടുതൽ വന്ന് ചോദിക്കുന്നത് എല്ലാവരും. എത്ര മണിക്കാണ് ബസ് ഉള്ളതെന്നൊന്നും അവർക്ക് സമയത്ത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എൻക്വയറി ഓഫീസ് ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു TV സംഭവം ബസ്സിൻ്റെ സമയം കാര്യങ്ങൾ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കടകളിലുള്ള അന്വേഷണവും അതുപോലെ തന്നെ പല സമയത്ത് 7 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബസ്സില്ല, അത് ആർക്കും അറിയത്തില്ല. ചുമ്മാ വന്ന് ഇവിടെ വന്ന് വായും വിളിച്ച് ചുമ്മാ നിൽക്കുക സംഭവം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള റൂട്ട് മാപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നോക്കിയാൽ തന്നെ കാര്യങ്ങൾ റൂട്ട് എങ്ങോട്ടാണ് പോകാനുള്ളതെന്ന് സമയം കാര്യങ്ങൾ നല്ലപോലെ അറിയാൻ പറ്റും. അത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ഔട്ട്സൈഡർ കാഞ്ഞിരപ്പള്ളിക്കാരല്ലാത്ത ഒരാൾ വരിക എന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നല്ലേ? 100% അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആർക്കും അറിയത്തില്ല സമയം കാര്യങ്ങളൊന്നും. എൻക്വയറി ഓഫീസ് വരെ എവിടെയാണെന്ന് പോലും അറിയത്തില്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. ചുമ്മാ ഇവിടെ നിൽക്കുന്ന ബസ് കയറി വരുമ്പോൾ സമയം ബോർഡ് നോക്കും, പാടെ കയറി പോതേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു TV ഇവിടെ ബസ്സിൻ്റെ വരുന്ന സമയവും പോകുന്ന സമയവും അതിൻ്റെ റൂട്ടും ഒക്കെ കാണുന്ന രീതിയിൽ ഒരു TV നമ്മളിവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയായിരിക്കും? വളരെ നല്ല അഭിപ്രായം. അത് നല്ലൊരു കാര്യമല്ലേ വരുന്നത്, നല്ല കാര്യം തന്നെയാണ് അത്. My name is Alanda and I'm from Amal Jyoti College of Engineering. So we are doing a survey based on the public transportation system in Kerala. Yeah. So how long have you been in Kerala? About 3 days. Oh, about 3 days. Yeah. Oh, that's amazing. Been in the north. Oh, so you've been to the north. Yes, yeah. Which all the places? Can you please say that? We started in Delhi and then went over to Rajasthan, so Agra, Jaipur, So, Udaipur. which is your favorite place out of so far? We loved Udaipur. Yeah. Udaipur, yeah. But then obviously Kerala, this is beautiful around here. Really, really pretty. So can you please say your names? David Ellis. Okay. Claire Kashmar. Okay, thank you so much, ma'am and sir, for being in this video. Actually, we are doing a video on public transportation system. Have you ever tried the public transportation system in Kerala, like the buses? No, not yet. We haven't actually. Not even the train or anything? We got the train in Delhi, but not in Kerala. Yeah. So we're doing this video as a project based on, this is a project for us. Actually, we are doing on public transportation system, mainly the buses. So we are doing it as a sake of implementing a billboard so that people could have access to destination where to travel and would give translations for everything, like both in English and Malayalam. Okay. So are you facing a difficulty in understanding the people in India? Actually, are they, when you try to communicate, are you facing any trouble? I think people have been really good at trying to, really help. Everybody's really helpful. I think probably from our perspective, Dave is visually impaired. And I obviously I have one arm. So just the accessibility is, particularly with the visual impairment, is quite tricky at times. Yeah. Just because the road surface. And so I think from like a transport perspective, it'd be really good to have like big letters, so like really visual, so somebody that's hard of sight can see a bit more. Like audio interview? Yeah, audio as well, and in English and in both languages to make it really easy for people with a disability to travel. I think that'd be really good. So we're planning to implement audio as well as you could be always able to access it. So we're planning this so that it will be applicable for everyone. That's really good. Not only for Indians, also foreigners. Yes. And I hope you have a great trip. And thank you so much for being in our video. It's for a part of our project. And we really hope that you enjoy the places and Thank people are you. more friendly and come. Yeah, absolutely. Thank you so much. Thanks very much.